എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 IPL-ലെ 40ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 17 റൺസിന് തോൽപ്പിച്ച ആവേശകരമായ മുഹൂർത്തങ്ങളിലേക്കാണ്. KL രാഹുൽ തന്റെ മുൻ ടീമിനെതിരെ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ വിവാദ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുകയുണ്ടായി. ഈ മത്സരത്തിന്റെ പിന്നിലെ കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് 8 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ടോസ് നേടി ബൌൾ ചെയ്ത ഡൽഹി ലക്നൌവിനെ 20 ഓവറിൽ 159 എന്ന സ്കോറിൽ ഒതുക്കി. ലക്നൌവിനായി എയ്ഡൻ മാർക്രാം 52 റൺസും മിച്ചൽ മാർഷ് 45 റൺസും നേടി ടീമിനെ മുന്നോട്ട് നയിച്ചു. 160 റൺസിന്റെ ലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് അഭിഷേക് പോറലിന്റെ 51 റൺസും KL രാഹുലിന്റെ 74 റൺസും മിന്നുന്ന തുടക്കം നൽകി. 17.5 ഓവറിൽ 161 എന്ന നിലയിൽ ഡൽഹി വിജയം സ്വന്തമാക്കി. മത്സരശേഷം ഡൽഹി ക്യാമ്പിൽ ആഹ്ലാദം നിറഞ്ഞപ്പോൾ ലക്നൌവിന്റെ ഡ്രസ്സിംഗ് റൂമിൽ പിരിമുറുക്കം തളംകെട്ടി. മുൻ ലക്നൌ ക്യാപ്റ്റനായിരുന്ന KL രാഹുൽ തന്റെ പഴയ ടീമിനെതിരെ 74 റൺസിന്റെ മിന്നുന്ന ഇന്നിംഗ്സോടെ വിജയം നേടി അവസാന പന്തിൽ സിക്സർ പറത്തി. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ രാഹുൽ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു: ഈ മൈതാനം എനിക്ക് എല്ലായ്പ്പോഴും പ്രത്യേകമാണ്. ഇവിടെ ഞാൻ ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിച്ചു, ചിലത് വേദനിപ്പിക്കുന്നവയാണ്. ഇന്ന് ഞാൻ എന്റെ ടീമിനായി ബാറ്റ് വീശി വിജയം നേടിയതിൽ സന്തോഷമുണ്ട്. അക്ഷർ പട്ടേലിന്റെ നായകത്വവും ടീമിന്റെ ഐക്യവും ഈ വിജയം സാധ്യമാക്കി. ഞാൻ ഒരു വ്യക്തിയെന്ന നിലയിൽ എല്ലാവരെയും ബഹുമാനിക്കുന്നു, പക്ഷേ എന്നെ ബഹുമാനിക്കുന്നവരോടാണ് എന്റെ ശ്രദ്ധ. ഈ പ്രസ്താവന 2024 ഗോയങ്കയുമായുള്ള വിവാദ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുലിന്റെ പ്രതികാര മനോഭാവമായി ആരാധകർ വ്യാഖ്യാനിച്ചു. എന്നാൽ ഇതിനുശേഷം ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ പ്രതികരണം വിവാദമായി. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ ഗോയങ്ക ഋഷഭ് പന്തിനെതിരെ രോഷം പ്രകടിപ്പിച്ചു. അത് ഇങ്ങനെ ആയിരുന്നു: ഋഷഭ് മികച്ച കളിക്കാരനാണെന്ന് ഞാൻ കരുതി, അതിനാലാണ് 27 കോടി മുടക്കി വാങ്ങിയത്. പക്ഷേ അവൻ നിരാശപ്പെടുത്തി. ഓപ്പണിംഗിൽ ബാറ്റ് ചെയ്ത് എളുപ്പത്തിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞു. ഇത് തെറ്റായ തീരുമാനമായിരുന്നു. അടുത്ത സീസണിൽ അവനെ ടീമിൽ നിന്ന് ഒഴിവാക്കും, ഗോയങ്ക പറഞ്ഞു. ശേഷം അദ്ദേഹം രാഹുലിനെക്കുറിച്ച് പറഞ്ഞു: KL രാഹുലിനെ തടയാൻ ഞാൻ എല്ലാം ചെയ്തു, പക്ഷേ അവൻ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് അവനെ വേദനിപ്പിച്ചു. ഞാൻ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൻ മനോഭാവം മാറ്റാൻ തയ്യാർ അല്ലായിരുന്നു. എന്റെ പ്രതീക്ഷകൾ തെറ്റി, പക്ഷേ ഞാൻ അവനെ വീണ്ടും ടീമിൽ എടുക്കാൻ തയ്യാറാണ്. ഈ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി. ആരാധകർ രാഹുലിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുകയും ഗോയങ്കയുടെ പെരുമാറ്റത്തെ വിമർശിക്കുകയും ചെയ്തു. ഈ വൈകാരിക മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? KL രാഹുൽ ഡൽഹിയെ പ്ലേ ഓഫിലെത്തിക്കുമോ? താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.